യു എ എന്ന നാട് തന്ന ഐശ്വര്യത്തിലും ഭാഗ്യങ്ങളിലും അഭിമാനമുണ്ടെന്ന് യു എയിൽ നിന്നുള്ള പ്രവാസിയും കേരള നിയമസഭാംഗവുമായ റിജി ചെറിയാൻ പറഞ്ഞു. ജനങ്ങളെ കണ്ടിട്ടും കാണാതെ മുന്നോട്ട് പോയ ജനപ്രതിനിധികളാണ് കഴിഞ്ഞ 20 വർഷമായി കുട്ടനാടിനെ ഈ അവസ്ഥയിലെത്തിച്ചതെന്നും കുട്ടനാട് MLA കൂടിയായ റിജി ചെറിയാൻ പറഞ്ഞു. UDF UAE ഷാർജയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. 1989-ൽ ഒമാനിൽ നിന്നും തുടക്കമിട്ട പ്രവാസ ജീവിതമാണ് തന്റേതെന്ന് കുട്ടനാട് MLAയും UAEയിലെ ഫുജൈറയിലെ പ്രവാസിയുമായ റിജി ചെറിയാൻ പറഞ്ഞു. ഈ നാട് തന്ന ഐശ്വര്യങ്ങൾ, ഈ നാട്ടിൽ നിന്നുണ്ടാക്കിയ ഈ നാട് തന്ന ഭാഗ്യങ്ങൾ ഇന്നിവിടെ നിൽക്കുമ്പോൾ വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളുടെ ജനപ്രതിയായിട്ട് വന്നിട്ട് യാതൊന്നും ചെയ്യാതെ ആ ജനങ്ങളെ കാണാതെ മുമ്പോട്ട് പോകുന്ന ജനപ്രതിനിധികളുണ്ടായാൽ ഇതാണ് അവസ്ഥ. കുട്ടനാട്ടിൽ എത്ര പഞ്ചായത്തുകൾ ഉണ്ടെന്ന് പോലും അറിയാത്ത ജനപ്രതിനിധി ഉണ്ടായിരുന്നുവെന്നും റിജി ചെറിയാൻ ആരോപിച്ചു. UDF UAE വൈസ് ചെയർമാൻ മഹാദേവൻ വാഴശ്ശേരിൽ ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ശമ്പളവും അലവൻസും കൈപ്പറ്റാതെ അത് ജനങ്ങളുടെ ക്ഷേമത്തിനും ചികിത്സയ്ക്കുമായി മാറ്റിവെച്ച വ്യക്തിത്വമാണ് റിജി എന്ന് പഴയകാല സ്കൂൾ സഹപാഠി കൂടിയായ മഹാദേവൻ പറഞ്ഞു. MLA എന്ന നിലയിൽ 1 രൂപ പോലും അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളമോ അലവൻസോ 1 രൂപ പോലും കയ്യിലെടുക്കാതെ മൊത്തം ആ കിട്ടുന്ന അലവൻസുകളും സാലറിയും അടക്കമുള്ളത് ആ നാട്ടിലെ ജനങ്ങളുടെ കഷ്ടത അനുഭവിക്കുന്ന ക്യാൻസർ പേഷ്യൻസിന് വിതരണം ചെയ്യുവാനുള്ള മഹാമനസ്കത കാണിക്കുവാൻ അദ്ദേഹം തയ്യാറായി എന്നുള്ളത്. ഇൻഗാസ് UAE പ്രസിഡന്റ് സുനിൽ അസീസ് അധ്യക്ഷ വഹിച്ചു. കഠിനാധ്വാനത്തിന്റെയും സത്യസന്ധതയുടെയും ഒക്കെ പരമായി തൊട്ടതെല്ലാം പൊന്നാക്കി ഓരോ പ്രവാസിക്കും നമുക്ക് ഏവർക്കും അഭിമാനിക്കാനും സന്തോഷിക്കാനും ഉള്ളതാണ്. UDF UAE സ്നേഹാദരം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. UDF ഷാർജ കൺവീനർ അഡ്വക്കേറ്റ് YA റഹീം, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ട്രഷറർ ഷാജി ജോൺ, ഇൻഗാസ് UAE ജനറൽ സെക്രട്ടറി KC അബൂബക്കർ, ഇൻഗാസ് ഷാർജ പ്രസിഡന്റ് അബ്ദുൽ മനാഫ് എന്നിവർ ആശംസകൾ നേർന്നു. UAE UDF ജനറൽ കൺവീനർ പുന്നക്കൻ മുഹമ്മദ് അലി സ്വാഗതവും ഇൻഗാസ് വൈസ് പ്രസിഡന്റ് അശോക് കുമാർ നന്ദിയും പറഞ്ഞു. റിജി ചെറിയാന്റെ സഹോദരൻ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവരും കുട്ടനാട്ടിലെ പ്രവാസികളും ചടങ്ങിൽ സംബന്ധിച്ചു. ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.